ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിടാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ കെയറിൽ നിങ്ങൾക്ക് പണി തരാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും സാധാരണ ആൾക്കാരാണ്. നമ്മളൊരു വീഡിയോ കൊണ്ടൊരു പ്രോഡക്റ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേട്ടൊരു പ്രോഡക്റ്റ് വാങ്ങുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതുകൊണ്ട് എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ വരും, എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതിനെന്തൊക്കെ കാരണങ്ങളാവാം ഉണ്ടാവാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ നോക്കാം. കാരണം ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ നശിപ്പിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും ഇതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയണം തോന്നി. ഫസ്റ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയാണ്. ആ രീതിയിൽ തന്നെയാണോ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സീറം ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3 തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ സീറം ഉപയോഗിക്കുന്ന അതേ രീതിയിൽ, ഉപയോഗിക്കേണ്ട അതേ അളവിൽ, അതേ സമയത്ത് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏതൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നോക്കാം. ഈ പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സിറം ആയിക്കോട്ടെ, ക്രീം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ കഴുത്തിൻ്റെയോ ഈ കവിളിൻ്റെ ഈ ഒരു ഭാഗത്തോ അങ്ങനെ അപ്ലൈ ചെയ്ത് 24 hours ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇറിറ്റേഷൻ, ബേൺ, ചൊറിച്ചിൽ, എന്താ പറയുക, കുരു വരികയായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ഹൗ ടു യൂസ് ദിസ് പ്രോഡക്റ്റ് എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രം ആ പ്രോഡക്റ്റുകൾ കൃത്യമായുള്ള രീതിയിൽ ഉപയോഗിക്കാൻ നോക്കാം. ഇപ്പം എൻ്റെ വീഡിയോയിലുള്ള പ്രോഡക്റ്റുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഫുൾ വീഡിയോസിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ എളുപ്പമായിരിക്കും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ, ഒന്ന് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഏജിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതായത് അതെന്ത് സ്കിൻ കൺസേൺ ആണ് ശരിക്കും ഉള്ളത്, അത് നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു പ്രോഡക്റ്റും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. അതായത് ഏതൊരു സ്കിൻ കെയർ ആയിക്കോട്ടെ, ഹെയർ കെയർ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, മിനിമം 3 മുതൽ 4 മാസം വരെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. എന്നിട്ട് നിങ്ങൾക്കൊരു എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ആ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുള്ളൂ. അത്രയും സമയവും പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തെ ഓർത്ത് സ്കിൻ കെയർ തുടങ്ങാൻ പാടുള്ളൂ. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് ഈ 3 മുതൽ 4 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വേറൊരു പ്രോഡക്റ്റിലോട്ട് സ്വിച്ച് ചെയ്ത് അത് ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഞാൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടെസ്റ്റ് ഇപ്പോൾ അല്ലെങ്കിൽ വേറെ ചാനലാണെങ്കിലും നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല പ്രോഡക്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഏതൊരു പ്രോഡക്റ്റും ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് അത് പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് വേണോ, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ടൈം പീരീഡ് അത് ഉപയോഗിക്കണം, എത്ര ടൈം, ഇപ്പോൾ അത് ഒരു ട്യൂബോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ കഴിഞ്ഞെന്ന് പറഞ്ഞ് യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ട്യൂബ് ഞാൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ 2 ട്യൂബ് ഉപയോഗിച്ചു എന്നിട്ടും എനിക്ക് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല. ഒറ്റ കാര്യമുള്ളൂ, ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിൽ 3 മുതൽ 4 മാസം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വേറെ പ്രോഡക്റ്റിലോട്ട് സ്വിച്ച് ചെയ്യാം. ഇനി നാലാമത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല. ഒരു 50% ആൾക്കാർക്ക് അത് വർക്ക് ചെയ്തെങ്കിൽ മറ്റേ 50% ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യില്ല. കാരണം ഓരോ ഹ്യൂമൻസിൻ്റെ സ്കിന്നും സ്കിൻ ടൈപ്പും സ്കിന്നിൻ്റെ ഓരോ കൺസേണും വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. അത് ഹീലാവുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു 2 ആഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് അത് കിട്ടണം എന്നില്ല. നിങ്ങൾക്ക് 3 മാസം എടുക്കാം, 4 മാസം എടുക്കാം. ചിലപ്പോൾ ഒരാൾക്ക് 2 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി, നിങ്ങൾക്ക് ഒട്ടും കിട്ടുന്നില്ല. നിങ്ങൾക്ക് അത് 5 മാസം എടുക്കുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റ് ഫേക്ക് ആയതുകൊണ്ടല്ല, ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും സ്കിന്നും ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ അത്രയും സമയമെടുത്ത് ട്രൈ ചെയ്ത് മനസ്സിലാക്കിയാലേ
നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സ്കിൻ കെയർ പ്രോഡക്റ്റുകളോ സ്കിൻ കെയർ ട്രൈ ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ എല്ലാം കാണും. നിങ്ങൾക്കത് വേണോ, നിങ്ങളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, എത്ര ടൈം പീരീഡ് അത് ഉപയോഗിക്കണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ നോക്കാം. ഇനിയുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് ശരിക്കും കൊള്ളാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്കത് വർക്ക് ആവാത്തത്. അപ്പം അതും ആവാം റീസൺ, മനസ്സിലായില്ലേ? അപ്പം എല്ലാ പ്രോഡക്റ്റും നല്ലതല്ല. അപ്പം ആ കൊള്ളാത്തത് കൊണ്ട് മാത്രമാവാൻ ചിലപ്പോൾ നിങ്ങൾക്കത് വർക്ക് ചെയ്യാത്തത്, അതും ഒരു വലിയ റീസണാണ്. പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു സിറമോ ക്രീമോ ഉപയോഗിക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല, നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഏത് സിറം ആയിക്കോട്ടെ, പിഗ്മെൻറ്റേഷൻ മാറാൻ, ടാൻ മാറാനുള്ള ഹോം റെമഡി ആയിക്കോട്ടെ, ഇനി ബോഡി വാഷ് ആയിക്കോട്ടെ, ബോഡി ലോഷൻ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. സൺസ്ക്രീൻ ഇട്ടാൽ മാത്രം പോരാ, 2 മണിക്കൂർ കൂടുമ്പോൾ പ്രോപ്പറായിട്ട് അപ്ലൈയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ നോക്കാം. ഇനി ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം ഇട്ടിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടില്ല, മോയ്സ്ചറൈസർ ഇട്ടില്ല, 8ന്റെ പണി നിങ്ങൾക്ക് കിട്ടും. വൈറ്റമിൻ സി സിറം ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ സ്കിൻ ഇറിറ്റേഷൻ വരും, ബേൺ ഉണ്ടാവും, സ്കിൻ കറക്കും, അങ്ങനെ ഒരുപാട് അധികം ഇഷ്യൂസ് ഉണ്ട്. സോ ദൈവത്തെ ഓർത്ത് എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും മര്യാദയ്ക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രം മിസ് ഔട്ട് ചെയ്ത് ഒരുപാട് പേര് ചോദിക്കും മോയ്സ്ചറൈസറിന് പകരം ഞാൻ അലോവേറ ജെൽ ഇട്ടാൽ പോരെ. അലോവേറ ജെല്ല് മോയ്സ്ചറൈസറിന് പകരമാവില്ല. അപ്പം അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള, അതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണോ ഇടുന്നതെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭൂരിഭാഗം പരിപാടിയും ഒഴിവാക്കി കിട്ടാം. അതേപോലെ ഭൂരിഭാഗം പണി കിട്ടൽ പരിപാടിയും നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടാം. ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കാം. രണ്ടാമത്, നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വേണം, നിങ്ങളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആണോ, നിങ്ങളുടെ സ്കിൻ കൺസേൺ ആ പ്രോഡക്റ്റ് വേണം. മൂന്നാമത്തെ കാര്യം, ആ പ്രോഡക്റ്റ് നിങ്ങൾ മിനിമം 3 മുതൽ 4 മാസം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ. 4, പാച്ച് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഏതൊരു പ്രോഡക്റ്റും ഉപയോഗിക്കുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാം. പിന്നീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ പ്രോഡക്റ്റ് ഒരേപോലെ സ്യൂട്ടബിൾ അല്ല. അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിന് അത് സ്യൂട്ടബിൾ ആണ്, നിങ്ങൾക്ക് അത് ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നാച്ചുറൽ കാര്യമാണ്. എല്ലാവർക്കും ഒരേപോലെ സ്കിന്നോ എല്ലാവർക്കും ഒരേപോലത്തെ പ്രോഡക്റ്റ് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്രയും ബ്രാൻഡുകളും ഇത്രയും പ്രോഡക്റ്റുകളും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം അതെപ്പോഴും മൈൻഡിൽ വെക്കാം. നമ്മൾ വെറുതെ മണ്ടന്മാരാവരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. പിന്നീട് ഞാൻ എന്താ പറഞ്ഞത്, മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് ഇടാൻ നോക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സൺസ്ക്രീൻ വെറുതെ ഇട്ടാൽ പോലെ പ്രോപ്പറുള്ള രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയും 2 മണിക്കൂർ കൂടുമ്പോൾ അപ്ലൈയും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിച്ചേക്കാൻ നോക്കി. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Bye.